ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ഡ്രങ്ക് വാട്ടർഫാളിലാണ്. അപ്പോൾ ഈ ഒരു വാട്ടർഫാളിൻ്റെ എപ്പിസോഡാണ് നമ്മളത്തെ എപ്പിസോഡ്. കുറച്ച് ആപ്പിൾ കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോകുന്ന ആ വഴിയിലാണുള്ളത്. അതായത് ബാരാമുല്ല ജില്ലയിലാണ് ഗുൽമാർഗ് ഉള്ളത്. ഗുൽമാർഗ് എത്തുന്നതിന് മുമ്പായിട്ട് തന്മാർഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഇപ്പോൾ ഗുൽമാർഗിൻ്റെ പരിസരത്തുള്ള സ്ഥലമാണ്. അപ്പം ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാനി. ഇപ്പോൾ ഇത് ചൂടുകാലമാണ്. ഇവിടെ ശൈത്യകാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഐസിൽ ഇങ്ങനെ നിൽക്കുന്ന വെള്ളച്ചാട്ടം കാണാം നമുക്ക്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു കൂടുണ്ട്, സന്ദർശകർക്ക് ഇരിക്കാൻ പറ്റുന്ന. അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത്, പിന്നെ ഐസ് അല്ലാണ്ട് വീഴുന്ന സമയത്തൊക്കെ നിൽക്കാൻ പറ്റുന്നൊരു ചെറിയൊരു കൂടാണ്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച. അപ്പോൾ കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പിന്നെയും കുറച്ചുകൂടി അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാണ്ഡവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനെ ആരും ഈ വഴിക്കൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒരു പഴയ ഐതിഹ്യ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മുടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിലെങ്ങനെ സ്വല്പം അങ്ങോട്ട് നടന്നു പോകണം. ഇവിടെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കണ്ടില്ലേ, ആ കാണുന്നൊരു കരിങ്കല്ലിൻ്റെ കെട്ടാണിത്. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. അവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റേഴ്സൊന്നും ഇല്ല ഈ ഒരു ഭാഗത്ത്. ഇത് സാധാരണ ടൂർ പാക്കേജിലുള്ള ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വരവില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം, ഈ ഒരു ഭാഗത്തേക്ക്. ഈ ബാരാമുല്ല ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൊരു പാണ്ഡു പാർക്കുണ്ട്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പഴയ കാല പിന്നെ കല്ലുകൊണ്ട് കെട്ടിണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ അങ്ങനെ അധികം ജനങ്ങളൊന്നും വരവില്ല. ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ വലിയ വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റേഴ്സൊന്നും അധികം വരാത്തതാണ്. ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങി വന്നാൽ കിട്ടുന്ന ഒരു ഭാഗമാണ്.
ഇതിങ്ങനെ അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ആൾക്കാരൊന്നും ഇവിടെ വരവ് കുറവാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇത് നമ്മളെ ഈജിപ്തിലെ പിരമിഡിൻ്റെ പോലത്തെ ആ ഒരു സൈസുള്ള കല്ലുകളാണ് ഈ കാണുന്നത്. Also. See. Wow. That much they have the power. Right now we don't have any power, na, because they were taking this much of load on their backs, na, so that they're making these Pandu space and Pandu houses. Sky also. See. Okay, what do na kunjaya? Ad kya? Aja khalo kum gure ka. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ വേറൊന്നും ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. കുറച്ച് ജനവാസമുള്ള ഏരിയ, ചെറിയ കുറച്ച് ആൾക്കാരുള്ളൂ ഇവിടെ താമസം, അധികം താമസമില്ല അവിടെ. അതാണ് നേരത്തെ കണ്ടത്. ഇത് മറ്റേത് വേറൊന്നാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ മടങ്ങുകയാണ്. ഇതിപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്ന സ്ഥലത്ത് നമ്മളൊരു സുഹൃത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവന് ഈ ഒരു ഭാഗം കൂടി കാണിച്ചു തന്നു എന്നുള്ളൂ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരവില്ല എന്ന് പറഞ്ഞു. അങ്ങ് ദൂരെ മലകളൊക്കെ ഉണ്ടല്ലേ. ഈ പിന്നെ കുതിരക്കുള്ള എന്തോന്ന് പുല്ലൊക്കെ അദ്ദേഹം എടുക്കുകയാണ്. ഭക്ഷണത്തിനുള്ള പുല്ലാണ് ഇതാക്കുന്നത്. പയറ് താഴോട്ടിരിക്കുന്നതിന് So tired. Do like this. അപ്പോൾ അവിടുന്ന് തിരിച്ച് വണ്ടി കയറിക്കുന്ന ദേവദാരു മരങ്ങൾ കണ്ടമാനുള്ള ഭാഗമാണ് ഈ കാശ്മീരിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അതാണത്. അപ്പോൾ ഇനി അങ്ങനെ നേരെ തിരിച്ച് നമ്മളൊരു ആപ്പിൾ തോട്ടത്തിലേക്ക് പോകണമെന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നാണ്. ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങനെ പോകുന്ന ഒരു ഭാഗമാണ്. ഈ ബാരാമുല്ല ഈ ഗുൽമാർഗ് ഭാഗത്ത് ആപ്പിളുകൾ നല്ലോണമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ മറ്റേ 4 ചക്രത്തിൻ്റെ വലിയ ടയറുള്ള ആ ഒരു ജീപ്പ് പോലത്തെ വാഹനം ഉണ്ടല്ലോ, ആ ഒരു വാഹനം ഇതിൽ പിന്നെ ടാക്സി ഓടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർഫാള്. അപ്പോൾ വാട്ടർഫാള് കഴിഞ്ഞിട്ട് പോവാണ്. ഇപ്പോൾ ആളുകൾ കുറവാണ്. ഇതിവിടുത്തെ നല്ലൊരു വാട്ടർഫാളിന് ചാരിയിട്ട് തന്നെ ഒരു ചെറിയൊരു പാലമുണ്ട്, ഇരുമ്പിൻ്റെ പാലം. അതിലൂടെ അങ്ങോട്ട് കടന്ന് ഞങ്ങൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ആപ്പിൾ തോട്ടമുണ്ട്. പലവിധ വെറൈറ്റി ആപ്പിളുകളുള്ള ഒരു ആപ്പിൾ തോട്ടം. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. One piece. 300 rupees. नाम क्या है भाई साहब? नाम Cherry apple. ചെറി ആപ്പിൾ. ചെറിയ ആപ്പിൾ. ഇതാണ് ചെറി ആപ്പിൾ. അതായത് നമ്മളെ ചെറിയല്ല, ചെറുതല്ല, ചെറി ആപ്പിൾ. ഒരു വൃത്തിയില്ല അല്ലേ? കളിക്കാൻ പാടില്ല അത്ര. ഫോട്ടോ അമരി ഫോട്ടോ We told Amri, but there are also different varieties. ഇതാണ് അമരി ആപ്പിൾ. അതായത് അമേരിക്കൻ ആപ്പിളിന്റെ ഒരു ഷോർട്ടാണ് അമരി ആപ്പിൾ. ഓ അമേരി ആപ്പിൾ. അമേരി ആപ്പിളാണിത്. നാട്ടിലെ അമേരി ആപ്പിളില്ലേക്കാ എടുക്കാൻ അങ്ങോട്ട് ചേരണ്ട. ഇല കുറവാ അല്ലേ? ഇത് അത്യാവശ്യം നല്ല വിലയുള്ള ആപ്പിളാണ്. അമരി ആപ്പിൾ. നമ്മളെ മോളെ പേരാണ് അംബ്രിൻ. അതേപോലെ അതിന്റെ ഒരു പേര് അമരി ആപ്പിൾ. അമരി. I will take it for you. നല്ല കളറാ. അതല്ലേ ഗലംസാ? അത് ഗലംസ് ആണ്. അതിന് ഭയങ്കര റെഡ്. ഇതാണ് ഗലംസ് ആപ്പിൾ. ദിസ് വൺ ഓൾസോ American.
ഇതാണ് ഡിലീഷ്യസ് ആപ്പിൾ എന്നതിന്റെ പേര്. വിണ്ടമാനം വെറൈറ്റി ആപ്പിളുകളുണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് അങ്ങനെ പറഞ്ഞു തരും. ഭയങ്കര വലുതാവും ഈ ആപ്പിള്. പുളിയാണ് ഇതാണ് മഹാരാജ ആപ്പിൾ. ഇത് ഭയങ്കര പുളിയായിരിക്കും, മധുരം കുറവായിരിക്കും. അച്ചാറിലല്ലോ, അച്ചാറിടാൻ ഉപയോഗിക്കുന്നതാണ് എന്നാ പറയുന്നത്. ഭയങ്കര പുളിയാണ്, അത് ഭയങ്കര വലുതാവും. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ വന്നാൽ ഈ കാശ്മീരിലെ ഈ ആപ്പിൾ സീസണ് നമുക്ക് അനുഭവിക്കാം. കുറച്ച് സ്റ്റിൽ ഫോട്ടോസാണ്. ഇവിടെ ഞങ്ങളൊരു കാശ്മീരികളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത സ്റ്റിൽ ഫോട്ടോസാണിത്. ഞങ്ങൾക്ക് നല്ല സർക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.